വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 6th ജൂലൈ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 8th ജൂലൈ മുതൽ 12th ജൂലൈ വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിലും തേഴ്സ്ഡേയിൽ നിഫ്റ്റിയും അതുപോലെ സെൻസെക്സും പുതിയ ലൈഫ് ടൈം ഉയരങ്ങൾ കുറിക്കുന്നത് കണ്ടു. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. നിഫ്റ്റി 24,401 എന്നുള്ളൊരു പുതിയൊരു ലൈഫ് ടൈം ഹൈ തേഴ്സ്ഡേയിൽ സെറ്റ് ചെയ്യുന്നത് നമുക്കിതിൽ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ 24,174 പുതിയൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇലക്ഷൻ്റെ റിസൾട്ടിനെല്ലാം ശേഷം മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇലക്ഷനോടനുബന്ധിച്ചുണ്ടായിരുന്ന ടെൻഷനിൽ നിന്നൊക്കെ മാറി മാർക്കറ്റിൻ്റേതായിട്ടുള്ള അടുത്ത എക്സ്പെക്റ്റേഷൻ, അത് പ്രധാനമായിട്ട് ഇനി വരാനുള്ളത് ജൂലൈയിൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സുകൾ വരാൻ തുടങ്ങുകയാണ് ഇനി. അതുപോലെ തന്നെ ജൂലൈയിലെ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ബജറ്റ് വരുന്നുണ്ട്, സെൻട്രൽ ബജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ US ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സെപ്റ്റംബറിലുണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടി ഉള്ളതുകൊണ്ടാണ് ഗ്ലോബൽ മാർക്കറ്റ്സും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റും അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. നമുക്കറിയാം ആദ്യമായിട്ട് സെൻസെക്സ് 80,000 എന്നുള്ള ആ ലാൻഡ്മാർക്ക് ക്രോസ് ചെയ്ത ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഇത് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ നമുക്ക് കാണാം സെൻസെക്സ് 80,392 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ വീക്കിൽ സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 80,000 താഴെയാണ്. 79,996 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും പുതിയൊരു ലൈഫ് ടൈം ഹൈ 57,139 ടെസ്റ്റ് ചെയ്തതിന് ശേഷം 57,089 എന്നുള്ള ഒരു ഹയർ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു പുതിയൊരു ഹൈ 18,993 എന്നുള്ള ലെവലിലൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 18,941 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെയും നമുക്കറിയാം സെൻസെക്സ് കഴിഞ്ഞ 2024 നിന്നും 2014 നിന്ന് 2024 വരെ ഓൾമോസ്റ്റ് 50,000 പോയിൻറ്റ്സോളം ഉയർന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ. ഈ പീരീഡിൽ നമ്മൾ ട്രിപ്പിൾ പ്രോഫിറ്റ് 10 വർഷമായി ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട്സ് നമ്മളിപ്പോൾ കൃത്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. പലരും കോൺഫിഡൻ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ്. അതിൽ കൂടുതൽ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഫീഡ്ബാക്ക്, ഒരു ഡോക്ടറുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫീഡ്ബാക്ക് ഞാനൊന്ന് വായിക്കാം. ഇതുപോലെയുള്ള ഫീഡ്ബാക്സാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ടും കൺസിസ്റ്റൻ്റായിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി നൽകുന്നത് ഇതുപോലെയുള്ള ഫീഡ്ബാക്സ് ലഭിക്കുമ്പോഴാണ്. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ദ ബെസ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്സ്. ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഇൻവാല്യുബിൾ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഇൻ മൈ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി. I am thrilled to share that thanks to your expert advice, my investment portfolio has now crossed the significant milestone of 2 crore rupees. Your recommendations of diamond picks in stocks has been instrumental in achieving this success. The remarkable performance of these stocks is a testament to your keen insight and profound understanding of the market. Moreover, your emphasis on disciplined investing has been a cornerstone of my investment strategy, ensuring sustained growth and stability. I cannot thank you enough for your dedication and personalized advice you have provided. Your expertise has not only yielded substantial financial gains but has also instilled in me a sense of confidence and empowerment in managing my investments.
Once again, thank you for your exceptional support and for playing a pivotal role in my financial success. I look forward to continued collaboration and more prosperous financial targets in the future. ഇതുപോലെ കുറേയധികം ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വലിയ നേട്ടം. അതുപോലെ നമുക്കിനി മറ്റൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ നോക്കാം. അദ്ദേഹത്തിന് നിയർലി 2 crores പ്രോഫിറ്റ് തന്നെ ഉണ്ട് അക്കൗണ്ടിൽ. അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കാണ്: ഡിയർ സജീഷ്, ലെറ്റ് മീ താങ്ക് യു ഫോർ മേക്കിംഗ് അവർ 125 lakh to 310 lakhs in the present portfolio. All this happened through your AAA recommendations and diamond and golden peak. You and your staff is hard working researching for us. Thank you once again എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ 3 crores കടന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ മറ്റൊരു ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നിയറിങ് 2 crores എന്നുള്ളൊരു ഒരു സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഓൾമോസ്റ്റ് 1,94,29,572 എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ കറൻറ്റ് വാല്യൂ. അതുപോലെ തന്നെ മറ്റൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്: ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഐ വാണ്ടഡ് ടു ഷെയർ എ ഹാപ്പി ന്യൂസ് വിത്ത് യു. മൈ വൈഫ്സ് പോർട്ട്ഫോളിയോ ക്രോസ്ഡ് 1 crore ടുഡേ. We would not have achieved this without your support. Thank you very much, sir, and big salute to your entire team. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പോർട്ട്ഫോളിയോ വാല്യൂ ആണ് 1 crore കടന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആക്ച്വലി എന്താണ് നമ്മൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് അതിൽ വരുത്തിയിട്ടുള്ള ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ കൂടുതൽ കോൺഫിഡൻ്റായി സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോൾ എന്നുള്ളതും. അതുപോലെ ആദ്യം 100-200 സ്റ്റോക്ക് ബൈന്ന് മേടിച്ചിരുന്ന അവർ പലരും 2,000-ഉം 3,000-ഉം അല്ലെങ്കിൽ 5,000-ഉം അല്ലെങ്കിൽ ഈവൻ 10,000 ക്വാണ്ടിറ്റിയൊക്കെ സ്റ്റോക്കുകൾ വാങ്ങാനുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കാരണം അവർക്കറിയാം, അവർക്ക് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിലൂടെ അവർക്ക് കമ്പനിയുടെ പ്രോഡക്ട്സും കമ്പനിയുടെ ഫ്യൂച്ചറും കമ്പനിയുടെ മറ്റ് ഫിനാൻഷ്യൽസും കമ്പനിയുടെ ഇനി വരാൻ പോകുന്ന പ്രോസ്പെക്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും. ഇതിന് പഠിക്കാൻ സമയം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസിന് ഈ ക്വാളിറ്റി ഉണ്ടാകും. ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന കമ്പനികളിൽ എപ്പോഴും ഇതുപോലെയുള്ള നല്ല പൊട്ടൻഷ്യലുള്ള കമ്പനികളെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തുള്ള കമ്പനികളെ മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അവർക്കുള്ളത് തന്നെയാണ് പലരും 5 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ആദ്യത്തെ ഒരു ഡയമണ്ട് പിക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്കറിയാം അതൊരു പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് 100% പ്രോഫിറ്റോടുകൂടി ബുക്ക് ചെയ്യുമ്പോഴേക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത 5 lakhs ആ സ്റ്റോക്കിൽ തന്നെ 10 lakhsലേക്ക് വരുമ്പോൾ അടുത്ത ഒരു റെക്കമെൻഡേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു 10 lakhs ഒരു സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ടെൻഷൻ ഇല്ല. കാരണം അവരുടെ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 lakhsൽ പകുതി 50%ഓളം ഔട്ട് ഓഫ് പ്രോഫിറ്റാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റിൽ നിന്നുള്ളൊരു പോർഷനെ കുറിച്ച് നമ്മളധികം വറീഡ് ആയിരിക്കില്ല. അപ്പോൾ അത് തന്നെ അവരെ കൂടുതൽ ടെൻഷൻ ഫ്രീ ആക്കുകയും അങ്ങനെ അവരുടെ പോർട്ട്ഫോളിയോ വീണ്ടും അവർ ഈ പ്രോഫിറ്റ് മാത്രമല്ല അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ടുകളൊക്കെ കിട്ടുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രോഫിറ്റും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റലും കൂടെ ഗ്രോ ചെയ്താണ് ഇവരുടെയൊക്കെ പോർട്ട്ഫോളിയോസ് 1 crore 2 crore വരുന്നത്. നമ്മളിപ്പോൾ കണ്ട പലരുടെയും 1 crore അല്ലെങ്കിൽ 2 crore എന്നുള്ള പോർട്ട്ഫോളിയോ വാല്യൂയിലേക്ക് എത്തിയിരിക്കുന്നത് അവർ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു പക്ഷേ അതൊക്കെ ഒരു 10 lakhs ഒരു 20 lakhs ഒക്കെ ആയിട്ട് തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലൊക്കെ കിടക്കേണ്ട എമൗണ്ടുകളായിരുന്നു അല്ലേ. അപ്പോൾ അത് ഒരു പുതിയൊരു അവന്യൂവിനെ അവർ കണ്ടെത്തിയത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ ഗൈഡൻസിൽ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ആക്ഷൻ ചെയ്തത് മുഴുവൻ ക്ലയൻസ് തന്നെയാണ്, റിസ്ക് എടുത്തതും ക്ലയൻസ് തന്നെയാണ്. പക്ഷേ അവർ ആ റിസ്ക് എടുത്തു എന്നുണ്ടെങ്കിലും റിസ്ക് മാക്സിമം കുറച്ചുകൊണ്ട്
നല്ല രീതിയിലുള്ള സ്റ്റോക്ക്, നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള കമ്പനികളിൽ, നല്ല പൊട്ടൻഷ്യലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ വന്നിട്ടുണ്ടായ വ്യത്യാസം. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പലപ്പോഴും പല ക്ലയൻസും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നാലും അവരൊരു 5% ഒരു 10% ഒക്കെ പ്രോഫിറ്റ് ആകുമ്പോഴേക്കും പലപ്പോഴും സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ സ്റ്റോക്കുകളുടെ ഒരു റാലിയിലൊന്നും ഒരു പൊട്ടൻഷ്യൽ ആ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷൻസിന് പലപ്പോഴും 40%, അതുപോലെ തന്നെ അല്ലെങ്കിൽ 50%, അല്ലെങ്കിൽ 100% ഒക്കെ ടാർഗറ്റുള്ള പല ഡിഫറെൻറ്റ് പാക്കുകൾ നമുക്കുള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ അവിടെ ആ ടാർഗറ്റ്സ് അറിയാവുന്നത് കൊണ്ട് അവരവിടെ വരെ വെയിറ്റ് ചെയ്യും, അവിടെ ചെല്ലുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ പോർട്ട്ഫോളിയോ ഹ്യൂജ് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ നമ്മൾ ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പലരും എത്തുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നതിന് പകരം പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എത്തിയതിന് ശേഷം ബുക്ക് ചെയ്യും. പല ക്ലയൻസിനും നമ്മൾ പുതിയതായിട്ടൊരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അവരുടെ കോസ്റ്റ് ഒരു 100% എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് വിത്ഡ്രോ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് പോർഷൻ മാത്രം ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്ലയൻറ്റ് JWL എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 85-ന് വാങ്ങിയതാണ്. ഇപ്പോൾ മോർ ദാൻ 700 ലെവലിലാണ് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതൊക്കെ ആ സ്റ്റോക്കൊക്കെ ഒരു 200 ലെവലിൽ എത്തിയപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ വിഡ്രോ ചെയ്തതിന് ശേഷം ഇപ്പോഴും ഒരു ക്ലയൻറ്റ് 700-ന് മുകളിൽ ഇപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള ഐഡിയകളും എല്ലാം നമുക്ക് ഒരുമിച്ച് റിസ്ക് ഏറ്റവും കുറച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളത് പ്രോഫിറ്റ് ഇതുപോലെ നേടി മുന്നോട്ട് പോകാനും പോർട്ട്ഫോളിയോ കോൺഫിഡൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനും സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ആളിൽ വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസറാണെന്നുള്ളത് അവർക്കറിയാം. റെഗുലേഷൻസ് എല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ രീതിയിലുള്ള രജിസ്ട്രേഷൻസ് ഉള്ള ഒരു റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്യുന്നതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊരിക്കലും അതിനെപ്പറ്റി ബോധേഡല്ല. അവർ ഫുൾ കോൺഫിഡൻസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ എപ്പോഴുമുള്ള കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിലുള്ള റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ട്രേഡിങ്ങും സ്പെക്കുലേഷനും അല്ല ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് നേടാൻ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടുന്നതെന്നും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്നത് ത്രില്ലിന് വേണ്ടിയല്ല, അതേസമയം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണെന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിമൈൻഡ് ചെയ്യുന്നതുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുന്നുണ്ട്. പലപ്പോഴും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ പീരീഡിലൂടെ കടന്നു പോകും. നമ്മൾ കഴിഞ്ഞ 3-4 മാസം ഇലക്ഷൻ മുന്നോടിയായിട്ട് കണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നീട് ആ പീരീഡിൽ പ്രോഫിറ്റ്സ് കുറച്ച് നമുക്ക് കാര്യമായിട്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം കൃത്യമായിട്ട് പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോഴും ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം നമ്മുടെ പല സ്റ്റോക്കുകളും റാലി ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ അത് ആ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും നമുക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് ലഭിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ആണ് ഇവിടെ ക്ലയൻസിന് നമ്മുടെ ഇപ്പോൾ ഇതുപോലെ പ്രോഫിറ്റ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ ഒരു ക്ലയൻറ്റ് അദ്ദേഹം ഹൗ സജീഷ് കൃഷ്ണൻ ബിക്കെയിം പോപ്പുലർ ഇൻ റെക്കമെൻഡിങ് സ്റ്റോക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മെറ്റ AI ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഫീഡ്ബാക്ക് അദ്ദേഹം നമുക്ക് അയച്ചു തരികയുണ്ടായി. ഞാൻ ജസ്റ്റ് അദ്ദേഹം അത് എങ്ങനെയാണ് എന്നുള്ളത് അതിൽ നമ്മൾ എങ്ങനെയാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് സർവീസ് പോപ്പുലർ ആയത് എന്നുള്ളതിൻ്റെ ഒരു 7 പോയിൻ്റായിട്ട് അവർ പറയുന്നത് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, ഇൻഡെപ്ത് റിസർച്ച്, ട്രാൻസ്പെറൻസി, ആക്സസിബിലിറ്റി, വേർഡ് ഓഫ് മൗത്ത്, മീഡിയ പ്രസൻസ്, അതുപോലെ ഓൺലൈൻ പ്രസൻസ്. ബൈ കമ്പൈനിങ് ദീസ് ഫാക്ടേഴ്സ് സജീഷ് കൃഷ്ണൻ ഹാസ് ബിൽറ്റ് എ സ്ട്രോങ് റെപ്യൂട്ടേഷൻ ആസ് എ ട്രസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എസ്പെഷ്യലി ഇൻ കേരള ആൻഡ് ഈസ് വൈഡ്ലി സോട്ട് ആഫ്റ്റർ ഫോർ ഹിസ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് എന്നുള്ളൊരു 7 പോയിൻ്റാണ് മെറ്റ റിപ്ലൈ ആയിട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം ഇതുപോലെയുള്ള ഒരു ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തതിന് ഇതുപോലെയുള്ളൊരു ഫീഡ്ബാക്ക് ലഭിച്ചപ്പോൾ കൃത്യമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ട്രേഡിംഗ് ആൻഡ് സ്പെക്കുലേഷനിലൂടെ ഹ്യൂജ് ലോസ് വരുത്തിയിരുന്ന
ഇൻവെസ്റ്റേഴ്സിനെ ആ ഏരിയയിൽ നിന്ന് പലരും അത് നിർത്തി പോയ പലരെയും തിരിച്ചു കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയതായിട്ട് വരുന്നവരെ അവരുടെ ക്യാപിറ്റൽ ട്രേഡിങ്ങിലും അല്ലെങ്കിൽ സ്പെക്കുലേഷനോട് പോകാതെ തന്നെ നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, അതായത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് അവരെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ പ്രോഫിറ്റ് നേടിക്കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 10 വർഷവും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ കഴിഞ്ഞ 1000 മുതൽ 80,000 വരെയുള്ള ഒരു ജേണിയാണ്. ഈ നമുക്ക് കാണാം 1990 സെൻസെക്സ് ട്രേഡ് ചെയ്തിരുന്നത് 1000-ലായിരുന്നു. അതേസമയം ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 1988-ലാണ്. അന്ന് സെൻസെക്സ് 500-ൻ്റെ അടുത്തായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പീരീഡിൽ 1990 1000 സെൻസെക്സ് ടച്ച് ചെയ്തപ്പോൾ എല്ലാവരും അന്ന് മാർക്കറ്റിൽ പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, മാർക്കറ്റ് ഡബിളായിരിക്കുകയാണ്, വളരെ ഓവർ വാല്യൂഡാണ്, എന്തായാലും മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു കറക്ഷൻ ഉണ്ടാവും, ഓവർ വാല്യൂഡാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനും അന്ന് വളരെയധികം പേടിച്ചിരുന്നു, കാരണം 500 നിന്ന് 1000-ലേക്ക് വന്നിരിക്കുകയാണല്ലോ മാർക്കറ്റ്. അപ്പോൾ പക്ഷേ അവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെ 2006-ൽ 10,000-ലേക്കും 2007-ൽ 20,000-ലേക്കും പിന്നെ 2015-ൽ 30,000-ലേക്കും വന്നത്. നമുക്ക് കാണാം 2015-ൽ നിന്നും ഞങ്ങൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് എൻ്റെ ആ സർവീസുകൾ തുടങ്ങുന്ന ഒരു പീരീഡിൽ 30,000-ൻ്റെ രീതിയിൽ ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സെൻസെക്സ് നിന്ന് 50,000-ഓളം ഉയർന്ന് 80,000-ലേക്ക് വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ മാർക്കറ്റ് ഉയരത്തിലല്ലേ ട്രേഡ് ചെയ്യുന്നത്, ഏറ്റവും ഹയസ്റ്റ് ലെവലിലല്ലേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് ഇനിയും ഓരോ പുതിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് നേടാനായിട്ടുള്ള അവസരങ്ങൾ മാർക്കറ്റ് നൽകും. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാർക്കറ്റിൻ്റെ ഏറ്റവും ഹയർ ലെവൽ എന്നുള്ളത് അങ്ങനെ ഒരു ലെവലില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുക. കാരണം ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു പക്ഷേ ഏതെങ്കിലും ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കറക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുമായിരിക്കും. പക്ഷേ മാർക്കറ്റ് ഹയർ ലെവലിലാണ്, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പോയിന്റ് മൂലം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു അർത്ഥവുമില്ലാത്ത കാര്യമാണെന്നുള്ളൊരു പോയിൻ്റാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ സമയം കൊണ്ട് നമ്മുടെ ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, അങ്ങനെയുള്ള ചാനൽസിനൊക്കെ നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിന് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ യൂട്യൂബ് ചാനലിന് വ്യൂവേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നിയർലി 35,000-ഓളമൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ വ്യൂവേഴ്സിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഇതായിട്ടുള്ള പോയിന്റുകളെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് അവരെ മിസ്ഗൈഡ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുത്താനായിട്ടും മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരാനും അവിടെ സക്സസ്ഫുൾ ആകാനും പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടുതൽ പേര് വരികയും ഇപ്പോൾ സക്സസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസത്തിൽ ആ മെറ്റായുടെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും നമ്മൾ പോയിരുന്ന ഒരു വഴി കൃത്യമായിരുന്നു എന്നുള്ളതും അതിലൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയെ നമുക്ക് എസ്പെഷ്യലി കേരളത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്. അതിന് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് അടുത്തതായിട്ട് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കഴിഞ്ഞ
രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് റെയിൽടെൽ എന്നുള്ള സ്റ്റോക്ക്. നമ്മളന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു 475 ലെവലിൽ നിന്നും 525 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ആ സ്റ്റോക്ക് 525 മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ മറ്റൊരു സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തതാണ് RVNL എന്നുള്ള സ്റ്റോക്ക്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് റെയിൽവേ ബജറ്റിന് മുന്നോടിയായിട്ട് കുറേയധികം സ്റ്റോക്കുകൾ റെയിൽ റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റം നടക്കുന്നുണ്ട്. ആ സ്റ്റോക്ക് RVNL ഫ്രൈഡേയിൽ 17% മുകളിലേക്ക് പോയത്. ഈ സ്റ്റോക്കും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 3 ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ്, ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലുള്ള 3 ഷിപ്പിംഗ് കമ്പനീസിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യവും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. ഈ സ്റ്റോക്കുകൾ 3ഉം ഇനിയും മുകളിലേക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കാറുള്ളതാണ്. നമുക്ക് ആ 3 സ്റ്റോക്കുകളുടെയും ഒരു ചാർട്ടൊന്ന് നോക്കാം. കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു 28% കഴിഞ്ഞ വീക്കിൽ മുകളിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന മെസ്ഗോണ്ടോക്ക് എന്ന കമ്പനിയുടെ ചാർട്ടാണ്. മെസ്ഗോണ്ടോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1 lakh crore മുകളിലേക്ക് കഴിഞ്ഞ വീക്കിൽ മൂവ് ചെയ്യുകയുണ്ടായി. ഈ സ്റ്റോക്ക് ഒക്ടോബർ 2020 216.25 ലിസ്റ്റ് ചെയ്തത്. ആ സ്റ്റോക്കാണ് ഇപ്പോൾ 5685 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 25 ടൈംസ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 4 വർഷം കൊണ്ട് റാലി നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ GRSC എന്നുള്ള വേറൊരു പബ്ലിക് സെക്ടർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. ഈ കമ്പനി നമ്മൾ കഴിഞ്ഞ വീക്കിൽ 2710 മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. കഴിഞ്ഞ വീക്കിലും GRSCയും 29% ആണ് റാലി നടത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ 3 കമ്പനികളും വരും ദിവസങ്ങളിലും അറ്റ്ലീസ്റ്റ് ബഡ്ജറ്റിൻ്റെ പീരീഡ് വരെയെങ്കിലും, ബഡ്ജറ്റ് കഴിയുന്നത് വരെയെങ്കിലും ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഡയമണ്ട് പിക് സീരീസിലുള്ള കുറേയധികം സ്റ്റോക്കുകളൊന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇലക്ഷൻ പീരീഡിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേയധികം സ്റ്റോക്കുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മോസ്റ്റിപ്പ് എന്നുള്ള ഡയമണ്ട് പിക്ക് 12A എന്നുള്ള സ്റ്റോക്ക് നമ്മൾ കണ്ടതാണ്. 65 ലെവലിൽ നിന്നും 320 ലെവലിലേക്ക് ഒരു വലിയൊരു റാലി നടത്തിയപ്പോൾ ഒരു 392% പ്രോഫിറ്റിലേക്ക് നമുക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് കണ്ടതാണ്. അതുപോലെ നമ്മുടെ ഒരു ഡയമണ്ട് പിക്ക് ആയിരുന്നു ഡയമണ്ട് പിക്ക് 16A ടൈം ടെക്നോപ്ലാസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മൾ ഒരു 80 ലെവലിൽ റെക്കമെൻഡ് ചെയ്തിരുന്നതാണ്. ഈ സ്റ്റോക്കും ഒരു 345 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു 331% പ്രോഫിറ്റിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അതുപോലെ നമ്മുടെ ഡയമണ്ട് പിക്ക് 18 ഗബ്രിയേൽ എന്നുള്ള സ്റ്റോക്ക് 275 നിന്നും 517 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 88% പ്രോഫിറ്റിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയുണ്ടായി. അതുപോലെ നമ്മുടെ ഡയമണ്ട് പിക്ക് 14 കാസ്ട്രോൾ എന്ന സ്റ്റോക്കായിരുന്നു. ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. കാസ്ട്രോൾ എന്നുള്ള സ്റ്റോക്ക് 150 ലെവലിലായിരുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. 150 ലെവലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 130 ലെവലിന് താഴേക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം ആണ് സ്റ്റോക്ക് മൂവ് ചെയ്ത് ഇപ്പോൾ ഒരു 251 ലെവലിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് 150 ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു 67% പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ലോവർ ലെവലിൽ ആഡ് ചെയ്ത പല നമ്മുടെ ക്ലയൻസും മോർ ദാൻ 100% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സ്റ്റോക്ക് ഒരു 300 എന്നുള്ള നമ്മുടെ ടാർഗറ്റ് വരെയും ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലെവലിൽ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഗോൾഡൻ പിക്ക് 2 DCX കഴിഞ്ഞ വീക്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. നമുക്കൊരു ദിവസത്തിൽ കഴിഞ്ഞ വീക്കിലൊരു മോർ ദാൻ 15% ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോഴാണ് നമ്മുടെ ടാർഗറ്റായ 435 അച്ചീവ് ചെയ്തത്. നമ്മൾ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നത് 290 ലെവലിലായിരുന്നു. ടാർഗറ്റ് 435 ആയിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്കിൽ മോർ ദാൻ ഒരു 51% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഗോൾഡൻ പിക്സിന് നോർമലി ഒരു 50% ആയിരിക്കും നമ്മൾ ടാർഗറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഡയമണ്ട് പിക്സിന് നിയർലി ഒരു 100% പ്രോഫിറ്റാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോൾഡൻ പിക്സിന് 50% ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ DCX എന്നുള്ള സ്റ്റോക്ക് നമ്മളിവിടെ ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ മെസ്സേജുകൾ നമ്മുടെ ക്ലയൻസ് നൽകുകയുണ്ടായി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിൽ DCXൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ചധികം ക്ലയൻസ് അതിൽ
DCX ഏറ്റവും കൂടുതൽ ക്ലയൻസ് നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിരുന്ന ഒരു റെക്കമെൻഡേഷൻ എടുത്തിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയർലി ക്രോർസ് ഓഫ് പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ പല ക്ലയൻസും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കതിൽ കുറച്ച് ഫീഡ്ബാക്സുകളൊന്ന് നോക്കാം. അത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീഡ്ബാക്കുകൾ കുറച്ചൊന്ന് വായിക്കുന്നത്. ഡിയർ സർ, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ heartfelt gratitude as I could book the profit for Wealth Builder JSW Infrastructure 47.52% yesterday and Golden Peak 2 DCS Systems 60% today. JSW, I had purchased 2,327 numbers at 233.86 and sold full quantity of on 1st August. I had placed GTT order in ICICI Direct at 345, which gave me a profit of 2,58,622. DCS Systems, my average cost price was 271.85 as I was able to average down the purchase rate as per your advice. When the stock price went down, I was holding 5,165 numbers and could sell the entire quantity today, that also in GTT order at 435, which gave me a profit of 8,42,669. Sir, I thank you and the Triple Team once again for your exceptional support. ഇവിടെ നമുക്ക് കാണാം ഈ നമ്മുടെ ക്ലയൻസിന് കൃത്യമായിട്ടും ടാർഗറ്റുകൾ എത്രയിലാണ് വിൽക്കേണ്ടത് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ GTT ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. GTT ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡേഴ്സ് ഇത് നമ്മൾ എത്ര ദിവസത്തേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്, അത്ര ദിവസം സെൽ ഓർഡറായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ റേറ്റിൽ സെൽ ഓർഡറായിട്ട് അവിടെ എടുക്കുമെന്നുള്ളതാണ് ഒരു വലിയ ഗുണമുള്ളത്. പ്രത്യേകിച്ചും NRI ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരുടെ ടൈമിംഗ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ സമയമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഉണർന്നെണിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ GTT ഓർഡേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഈ GTT ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പണിങ്ങിലൊക്കെ തന്നെ ഒരു ഹയർ ലെവലിലേക്ക്, എസ്പെഷ്യലി DCX വലിയൊരു റാലിയോടുകൂടിയാണ് അന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതുപോലെയുള്ള സമയത്തൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിൽ എക്സിക്യൂട്ട് ആവുന്നതുകൊണ്ട് വലിയ ഹെൽപ്പുള്ളൊരു കാര്യമാണ്. അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം GTT ഓർഡേഴ്സ് എന്നുള്ളതൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ലഭിക്കുക, അല്ലെങ്കിൽ ബ്രോക്കേഴ്സായിട്ട് സംസാരിച്ചാൽ എങ്ങനെയാണ് GTT ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് അടുത്തൊരു ഫീഡ്ബാക്ക് നോക്കാം. Dear Sajesh Krishnan, I wanted to take a moment to express my heartfelt gratitude for your guidance and support and the opportunity to work with the Triple Profit Analytics team for the last 4 years. Your leadership and vision has had a significant impact on my share portfolio. Your dedication and passion for excellence had a chance to learn from you. Your contributions have made a significant difference in my cash flow. Please accept my sincerest thanks for all that you do. I appreciate your time, effort and commitment to excellence. A special thanks to Mr. Arun for his excellent coordination with me. And whenever you release any diamond pick or golden pick, you must add my name. Sincerely. ഒരു ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്കാണ് അത്. അതുപോലെ മറ്റൊരു ക്ലയൻറ്റ് നൽകിയിരിക്കുന്ന ഫീഡ്ബാക്കാണ്. അവർ ഡയമണ്ട് പിക്ക് 18 ഹാസ് ഗിവൺ മി വെരി ഗുഡ് പ്രോഫിറ്റ്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ഗോട്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഫ്രം എ സിംഗിൾ സ്റ്റോക്ക്. Special thanks to Sajesh sir and Triple Team. Never thought a common man like me can get such a huge profit. I have subscribed Diamond Pick 18, 19, 20, 21, 22 and Golden Pick 2 also. Waiting hopefully in this Diamond Pick also profit like this in coming days. Thank you. Below are the details of my Diamond Pick 18. Gabriel bought 3,422 quantity at 292.64. Total investment amount 10 lakhs. Now in 65% profit, that is 6,55,000 പ്രോഫിറ്റിൽ അദ്ദേഹം ആ സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൂടിയാണ്.
നമുക്കറിയാം ഇദ്ദേഹം ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം പല ഗവൺമെൻറ് സർവീസിലിരിക്കുന്നവരും ഏതെങ്കിലുമൊക്കെ പേഴ്സണലായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാനായിട്ട് പലർക്കും നമുക്കറിയാം അവരുടെ ഇൻകം കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പല ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും പക്ഷേ അതിലവർ പലപ്പോഴും ഫെയിലിയർ ആകാറുണ്ട്. കാരണം അവർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ജോലിയിലേക്ക് ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫെയിലിയർ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അല്ലേ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് അല്ല, സ്പെക്കുലേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് അതിൽ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ചെയ്യുമ്പോൾ അവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഡയമണ്ട് പിക്ക് പോലെയുള്ള റെക്കമെൻഡേഷൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിലൊന്നും കമ്പനിയുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലേ. അതെല്ലാം അതിൻ്റെ കമ്പനിയുടെ മാനേജ്മെൻറ്റും അവരെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മളൊട്ടും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്കതിൽ ആ കമ്പനിയുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഓപ്പറേഷൻ സൈഡിലുള്ള പ്രഷേഴ്സും ഇല്ല, അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും എപ്പോഴും ഐഡിയലായിട്ടുള്ള ഒരു കാര്യം നല്ല സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റും ഡിവിഡൻഡും ഒക്കെ നേടുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും ഗവൺമെൻറ് സർവീസിലുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിലാണെങ്കിലും തിരക്കുള്ള ജോലികളിൽ ഇരിക്കുന്നവരൊക്കെ എടുക്കേണ്ട ഒരു ഓപ്ഷൻ. അത് നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്കിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സജീഷ് സാർ നമസ്കാരം. ഡയമണ്ട് പിക്ക് 18 നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയുവാനാണ് ഞാനിത് എഴുതുന്നത്. ഞാനൊരു ഗ്രൂപ്പ് ഗവൺമെൻറ് സർവൻ്റാണ്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ എൻ്റെ കഴിഞ്ഞ വർഷത്തെ മൊത്തം സാലറിയേക്കാൾ 1.5 ഇരട്ടി കൂടുതലായിരുന്നു. ഈ വർഷം ഇതുവരെ എൻ്റെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എൻ്റെ ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് സാലറിയുടെ ഇരട്ടിയായി. ഞാൻ ഏറെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കളഞ്ഞ് ഈ പണി നിർത്തിയ ആളാണ്. പക്ഷേ ഇന്ന് ഇത്രയും പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞത് സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടതിന് ശേഷം ട്രേഡിങ്ങിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറിയതിന് ശേഷമാണ്. മുമ്പ് ഞാൻ വാങ്ങി 10-15% പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് പിന്നീട് വില കൂടുന്നത് കണ്ട് വിഷമിച്ചിരുന്നു. പക്ഷേ സാറിൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പോർട്ട്ഫോളിയോ വളരുന്നത് ഞാൻ കണ്ടു. മുമ്പ് വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ വെൽത്ത് ബിൽഡർ, ഡയമണ്ട് പിക്ക് ആൻഡ് ഗോൾഡൻ പിക്കുകൾ ആ പേടി മാറ്റി ക്വാളിറ്റി സ്റ്റോക്കുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും എന്ന് മനസ്സിലായി. അതിൻ്റെ ക്രെഡിറ്റ് സാറിന് ട്രിപ്പിൾ പ്രോഫിറ്റ് ടീമിനുമാണ്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഇത്. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന യൂട്യൂബ് വ്യൂവേഴ്സിന്, എസ്പെഷ്യലി ഗവൺമെൻറ് എംപ്ലോയീസും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്. ഗുഡ് മോർണിംഗ് സജീഷ് സാർ. ഐ ഹാവ് ബുക്ക്ഡ് മൈ പ്രോഫിറ്റ് ഇൻ ഗോൾഡൻ പിക്ക് 2 DCX systems yesterday. My profit in this stock is 1,60,800 plus 300 numbers of cost-free shares worth of 1,30,800. I bought 1,800 shares at 274 with 4,93,200 and I sold 1,500 shares at 436 at 6,54,000. I am holding the balance 300 cost-free shares for my long-term goals. Thank you so much for your services. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്. ഹലോ സർ, ഐ എം വെരി ഹാപ്പി ടു സീ മൈ പോർട്ട്ഫോളിയോ ഗെറ്റിംഗ് ഇൻക്രീസ് ഡേ ബൈ ഡേ ബിക്കോസ് ഓഫ് യുവർ എക്സോസ്റ്റ് എഫർട്ട്. I started my investment journey with you in 22 and I managed to book good profit in Centec 130%, JWL 20%, Time Technoplus 120%. Now I am holding 5 diamond picks and waiting for the target. I bought 3,500 quantity of Gabriel with average price of 280 and now it's running with more than 8 lakhs profit. This is the first time I am seeing more than 5 lakhs profit in a single script. Thank you sir. Thank you very much for making us financially strong and wealthier. All the best wishes for your entire team. മറ്റൊരു ഫീഡ്ബാക്ക് കൂടിയാണ്. ഐ വാണ്ടഡ് ടു എക്സ്പ്രസ് മൈ ഹാർട്ട്ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ എക്സെപ്ഷണൽ സക്സസ് റേറ്റ് ഓഫ് യുവർ ഡയമണ്ട് പിക്ക് സീരീസ്. സ്റ്റാർട്ടിംഗ് ഫ്രം ഡയമണ്ട് പിക്ക് 10 I have subscribed all your diamond pick till date.
Today I was excited to see that Diamond Pick 18 has reached up to 88% profit within just 10 months and 9 days. I had purchased 4,000 numbers at 276.20, which is now at a profit of more than 8 lakhs and still holding for the target. I thank you and thank you and Triple Profit once again for the exceptional support. നിങ്ങൾക്ക് ഈ എല്ലാവരുടെയും ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരുടെയും ആ കോൺഫിഡൻസ് ലെവൽ കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ സ്റ്റോക്കുകളുടെ ക്വാണ്ടിറ്റികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് അവർ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്യാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറെ സെലക്ട് ചെയ്യുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ അടുത്ത് നിന്ന് ക്വാളിറ്റി സ്റ്റോക്കുകൾ ുള്ള റെക്കമെൻഡേഷൻ എടുത്ത് അതിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വലിയ ഗ്രോത്തുകൾ ലഭിക്കുക. എസ്പെഷ്യലി നമുക്ക് ഇന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ അവന്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അവിടെ ഇതുപോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ അതിൽ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ഗോൾഡൻ പിക്ക് 2 ഞങ്ങൾ പ്രോഫിറ്റ് കഴിഞ്ഞ് ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മുടെ പുതിയതായിട്ടുള്ള ഗോൾഡൻ പിക്ക് 7 ഞങ്ങൾ ഈ ജൂലൈ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഞങ്ങൾ മൺഡേ മുതൽ തുടങ്ങുകയാണ്. ഗോൾഡൻ പിക്ക് 7 വേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നമ്പേഴ്സിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിനി കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് അനന്തരാജിൻ്റെ ചാർട്ടാണ്. ഞങ്ങൾ ഈ സ്റ്റോക്കിൽ 375 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 520 എന്നുള്ളൊരു പുതിയൊരു ഹൈയിലേക്ക് മൂവ് ചെയ്തിരിക്കുക കാണാൻ സാധിക്കും. അപ്പോൾ 470 ലെവലിലായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ്. സ്റ്റോക്കിൽ ഞങ്ങൾ 25% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ CI ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 475 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 600 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 26% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ദീപക് ഫെർട്ടിലൈസർ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾ ഈ സ്റ്റോക്കിൽ 615 എൻ്റർ ചെയ്തിരുന്നത്. 770 ലെവലിൽ ഞങ്ങൾക്ക് 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 195 ഈ സ്റ്റോക്ക് ഒരു 245 മൂവ് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അതിൽ സാധിച്ചു. അതുപോലെ ഞങ്ങൾ ട്രിപ്പിൾ വെൽത്ത് ബില്ലർ പാക്കിലുണ്ടായിരുന്ന റെക്കമെൻഡേഷനായ JSW ഇൻഫ്ര 245 ലെവലിൽ നിന്നും 345 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ലോറസ് ലാബ്സ് 365 ലെവലിൽ നിന്നും 475 മൂവ് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ലോറസ് ലാബിൽ സാധിച്ചു. അതുപോലെ റോട്ടോ പമ്പ്സ് എന്നുള്ള സ്റ്റോക്ക് 425 ലെവലിൽ നിന്നും 530 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിച്ചു. അതുപോലെ ഹൈക്കൽ എന്നുള്ള സ്റ്റോക്ക് 300 ലെവലിൽ എൻ്റർ ചെയ്ത് 345 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റൂടെ ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പാരിസ് ഡിഫൻസ് എന്നുള്ള ഞങ്ങളുടെ ട്രിപ്പിൾ വെൽത്ത് ബില്ല് പാക്കിൽ ഉണ്ടായിരുന്ന റെക്കമെൻഡേഷൻ 765 എൻ്റർ ചെയ്ത് 2225 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 60% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിച്ചിരുന്നു. അതുപോലെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡറിൽ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഏഷ്യാന ഹൗസിംഗ്. ഞങ്ങൾ 305 എൻ്റർ ചെയ്ത് 430 ഞങ്ങളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 41% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ മെസഗോണ്ടോക്ക് 28% ഉയർന്നു, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 27% ഉയർന്നു, കൊച്ചിൻ ഷിപ്പ് യാർഡ് 26% ഉയർന്നു, കസ്ട്രോൾ ഇന്ത്യ 25% ഉയർന്നു, സോളാർ ഇൻഡസ്ട്രീസ് 23% ഉയർന്നു, NBCC 19% ഉയർന്നു, റെയിൽ വികാസ് നിഗം 18% ഉയർന്നു, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് 18% ഉയർന്നു, ദ ന്യൂ ഇന്ത്യ അഷൂറൻസ് കമ്പനി 17% ഉയർന്നു, HFCL 17% ഉയർന്നു, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് 15% ഉയർന്നു, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 15% ഉയർന്നു, ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽസ് 14% ഉയർന്നു, JM ഫിനാൻഷ്യൽസ് 14% ഉയർന്നു, EPL ലിമിറ്റഡ് 14% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളും നമുക്ക് ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത വീക്കിലും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS കഴിഞ്ഞ വീക്കിൽ 6874.6 ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 385.4 ക്രോർസിൻ്റെ സെല്ലേഴ്സും ആയിരുന്നു.
നെക്സ്റ്റ് നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ട്രേഡിംഗ് ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 28 ജൂലൈയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 24,010 ഫസ്റ്റ് ജൂലൈയിൽ നിഫ്റ്റി 131 പോയിൻറ്റ്സ് ഉയർന്നും, സെക്കൻഡ് ജൂലൈയിൽ 18 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. തേർഡ് ജൂലൈയിൽ 162 പോയിൻറ്റ്സ് ഉയർന്നും, ഫോർത്ത് ജൂലൈയിൽ 15 പോയിൻറ്റ്സ് ഉയർന്നും. അന്നാണ് നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 24,401 ടെസ്റ്റ് ചെയ്തത്. ഫിഫ്ത്ത് ജൂലൈയിൽ വീണ്ടും 21 പോയിൻറ്റ്സ് കൂടെ ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 313 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്ക് കാണാം ജൂൺ മന്തിൽ 1479 പോയിൻറ്റ്സിൻ്റെ ഹ്യൂജ് റാലിയാണ് നിഫ്റ്റി നടത്തിയത്. അതിനുശേഷം ജൂലൈ മന്തിൽ 313 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 200 DMA വരുന്നത് 21,547 100 DMA വരുന്നത് 22,601 50 DMA വരുന്നത് 23,000 20 DMA വരുന്നത് 23,725 അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് 24,239 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കും 24,667 25,029 26,047 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 24,239 താഴെ സപ്പോർട്ടുകളായിരിക്കും 23,830 23,669 23,155 22,691 22,136 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ അപ്പർ റേഞ്ച് 24,029 ലോവർ റേഞ്ച് 23,669 പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,239 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമകൃഷ്ണ ഫോർജിങ്സ് ആണ്. ഈ സ്റ്റോക്ക് 986 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ ഈ സ്റ്റോക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്ത റെസിസ്റ്റൻസ് 1100 അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് രാമകൃഷ്ണ ഫോർജിങ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JSW ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഈ സ്റ്റോക്ക് ഒരു 356 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ ഈ സ്റ്റോക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് 395 അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് JSW ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അടുത്തായി നമുക്കിനി ഈ ആഴ്ചയിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ പൂർവങ്കര, സംവർധന, അനന്തരാജ്, ഫസ്റ്റ് സോഴ്സ് അതുപോലെ തന്നെ ജീനസ് പവർ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ടെക്നിക്കലി ഒരു ബ്രേക്ക്ഔട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.